താനൂരിലെ UDF സ്ഥാനാർത്ഥി MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് പ്രചരണം? വളരെ ആവേശത്തിലാണ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. താനൂർ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു. അതിനകത്ത് എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ്. ആ മാറ്റം ഈ വർഷം സാധ്യമാകും, ഈ തവണ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDFന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയാണ് രംഗത്തുള്ളത്. ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ LDFനെയാണ് വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി ആരായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, പിണറായി വിജയൻ്റെ ഭരണകൂടം, അമ്പയെ പരാജയപ്പെട്ടു പോയൊരു ഭരണകൂടം, 10 വർഷക്കാലം നഷ്ടങ്ങളുടെ വിരുമയക്കാലമായി മാറിയ ഒരു കാലം. പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്ന, ജില്ലയിൽ ഏക മന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയും വികസനം എത്തി നോക്കാൻ കഴിയാത്ത, കുടിവെള്ളമില്ലാത്ത, കായിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, കൃഷി മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത, പ്രത്യേകിച്ച് തീരദേശ മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആഭ്യന്തര ടൂറിസത്തിന് അപാരമായ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ അത് ഉപയോഗപ്പെടുത്താത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടം കടന്നുപോയത്. അതുകൊണ്ട് അപ്പുറത്ത് LDFന്റെ പ്രതിനിധി ആരായാലും LDFന്റെ ഈ ദുർചെയ്തികൾക്കെതിരെ, ഈ ദുർഭരണത്തിനെതിരെയുള്ള വിലയിരുത്തൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഈ മണ്ഡലം മന്ത്രി റഹ്മാൻ മണ്ഡലം മാറിയത് അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അല്ലാതെ അവർ വിലയിരുത്തേണ്ട ഒന്നാണ്. ഒരു സിറ്റിംഗ് MLA, ഒരു സിറ്റിംഗ് മന്ത്രിക്ക് ആ മണ്ഡലം ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ്? അത് അവർ വിലയിരുത്തും. ഞങ്ങളതിനെക്കുറിച്ച് ഒരു കമൻറ്റും ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആരായാലും മത്സരിക്കാൻ തയ്യാറ്. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങിയത്. പിന്നീട് മാറ്റം വന്നത് ആർക്കാണെന്ന് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF വളരെ കംഫർട്ടബിളായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പതിവിൽ നിന്ന് വിപരീതമായി ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനൊരു മാൻഡേറ്റ് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത്. ജില്ലയിലെ ഏറ്റവും അധികം വികസനം ഉണ്ടായ മണ്ഡലം താനൂരാണെന്നാണ് LDF അവകാശപ്പെടുന്നത്. മന്ത്രി അബ്ദുറഹ്മാൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ വികസന തുടർച്ചയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതും. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഇതിലുണ്ടോ? അല്ല, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അങ്ങനെ വികസന തുടർച്ച കാണോ? നമുക്ക് കാത്തിരിക്കാം. ഈ 9-ാം തീയതി വോട്ട് വെട്ടിയിലായി. അടുത്ത മെയ് മാസത്തിൽ റിസൾട്ട് എണ്ണുമ്പോൾ വികസന തുടർച്ചക്കാണോ, വികസന മുരടിപ്പിനാണോ വോട്ടുണ്ടായെന്ന് നമുക്ക് കാത്തിരിക്കാം. MSF തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായതുകൊണ്ട് ചിലപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടു കാണില്ല. ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഞങ്ങൾ MSFന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഹരിതയിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹരിതയിലെ കുട്ടികളിനെ വോട്ട് ചോദിക്കാൻ വേണ്ടി എത്തുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. പക്ഷേ ഫേസ്ബുക്കിൽ മുഴുവൻ പലതരത്തിലുള്ള കമൻറ്റുകളാണെന്ന് അറിയുന്നത്, അധിക്ഷേപങ്ങളാണെന്ന് അറിയുന്നത്. ശ്രദ്ധപ്പെട്ടിട്ടില്ല. അല്ല, ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും കണ്ണു കൊടുക്കാനും കാതു കൊടുക്കാനും സമയമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോൾ അത് KK രമ മത്സരിക്കുന്ന ഘട്ടത്തിൽ അതുണ്ടായിട്ടുണ്ട്. പേരമ്പ്രയിൽ ഫാത്തിമ താലി മത്സരിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അധിക്ഷേപം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രതിനിധി ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരുത്തലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കാതു കൊടുത്തു പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുദ്ദേശത്തിലാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഇല്ലാത്തതും പറയാത്തതുമായ ദുരുദ്ദേശപരമായ വാർത്തകളെ, ഫേക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കി, ഈ പറയുന്ന മാനിപ്പുലേറ്റഡ് വാർത്തകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് തിരിയും. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലൊറ്റ കാര്യമേ പറയാനുള്ളൂ, ജനങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കമൻറ്റും ഇല്ല. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പോരാട്ടത്തിലാണ്. ജനാധിപത്യപരമായി തന്നെ അതിനൊക്കെ മറുപടി പറയും. അതിനൊറ്റ ചോദ്യം കൂടി, ഇത്തവണ SDPക്ക് സ്ഥാനാർത്ഥിയുള്ള താനൂരിൽ അത് ആർക്ക് അനുകൂലമാണെന്ന് കരുതുന്നു? ഞങ്ങൾക്കറിയില്ല SDPI ആർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ 2,11,000 വോട്ടർമാരുണ്ട്. ആ 2,11,000 പരം വരുന്ന വോട്ടർമാരുടെയും വോട്ട് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടും, നിങ്ങൾ ഈ പറഞ്ഞ വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ ഉൾപ്പെടും. എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാണെങ്കിലും കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ വിജയം ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് UDFന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.